RJD നേതാവ് വി സുരേന്ദ്രൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. കവടിയാറിൽ വീട്ടിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രൻപിള്ളയെ കണ്ടത്. മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കൾ എത്തുമെന്ന് BJP ആവർത്തിക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ദൃശ്യങ്ങളുടെ രാഷ്ട്രീയം എന്താണ് ഷഫീദ്? ഉമേഷ, ഈ കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള BJPയിലേക്കുള്ള കൂടുമാറ്റം അത് വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു ഇടത് മുന്നണിയിൽപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ നേതാവ് ഇപ്പോൾ ഒരു BJP സ്ഥാനാർത്ഥിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് രാവിലെ 9:15 കവടിയാറുള്ള വി സുരേന്ദ്രൻപിള്ളയുടെ വീട്ടിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തി. ഏതാണ്ട് 15 മിനിറ്റോളം നേരം ഇരുവരും വീട്ടിൽ കൂടിക്കാഴ്ച നടത്തി. ഇക്കാര്യത്തിൽ അതിനുശേഷം കാറിലേക്ക് സുരേന്ദ്രൻപിള്ള തന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി രാജീവ് ചന്ദ്രശേഖരനെ മടക്കി അയക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സൗഹൃദ സന്ദർശനം എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. അതേസമയം സുരേന്ദ്രൻപിള്ള ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ വീട്ടിൽ വന്ന് കണ്ട് രാജീവ് ചന്ദ്രശേഖർ വോട്ട് അഭ്യർത്ഥിച്ചു. എന്നാൽ താൻ പന്ന്യൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല താൻ ഇടതുമുന്നണിയുടെ ഭാഗമാകും, അതുകൊണ്ട് വോട്ട് ചെയ്യുക അത് സാധ്യമല്ലാത്തൊരു കാര്യമാണെന്ന് മറുപടി നൽകിയെന്നുള്ള കാര്യം അത് സുരേന്ദ്രൻപിള്ളയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രത്യേകതയുണ്ട്. കാരണം